ഷിരൂരിലെ അർജുന്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ട സുപ്രധാന ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അർജുനായുള്ള തെരച്ചിൽ തുടരണമെന്ന് കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. തെരച്ചിൽ നിർത്തിവെക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങളുമായി സുനിൽ ചേരുകയാണ്. സുനിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഈ തെരച്ചിൽ തുടരണമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ വിഷയത്തിൽ വലിയ അലംഭാവം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നടക്കം ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴും തെരച്ചിലിൽ ഒരു വ്യക്തത ഈ ഘട്ടത്തിൽ നമ്മുടെ മുൻപിലില്ല. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ വളരെ നിർണായകമായ ഒരു ഇടപെടൽ വന്നിരിക്കുന്നത്. തിരൂരിൽ അർജുനൻ്റെ തിരച്ചിൽ വ്യാപകമായ രീതിയിൽ നടത്തുന്നില്ല എന്നും ഇതിൽ കാര്യക്ഷമമായി സർക്കാർ ഇടപെടുന്നില്ല എന്നും നേരത്തെ തന്നെ ആക്ഷേപം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എത്രയും വേഗം തന്നെ തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് ഉള്ള നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കർണാടക സർക്കാർ ഇതിന് മറുപടിയായി കോടതിയെ അറിയിച്ചത് തിരച്ചിൽ തുടരും എന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അർജുൻ്റെ കുടുംബത്തെ സന്ദർശിച്ച് ഇക്കാര്യത്തിൽ, അതായത് തിരച്ചിൽ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുമെന്നും തിരച്ചിൽ നടത്തുമെന്നുള്ള ഉറപ്പ് അർജുൻ്റെ കുടുംബത്തിന് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കർണാടക മുഖ്യമന്ത്രിക്ക് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ കൂടെ ഇടപെടൽ വന്നിരിക്കുന്നത്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് കർണാടക സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മനു, തീർച്ചയായും സുനിലാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ ഈ വിഷയത്തിൽ അർജുൻ്റെ വീട് സന്ദർശിച്ചതിന് ശേഷം കർണാടക സർക്കാരിന് കത്തയക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ എന്നിട്ടും കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ നടപടി ഉണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ വളരെ പ്രധാനമായൊരു ഇടപെടൽ വന്നിരിക്കുന്നത്. തെരച്ചിൽ നിർത്തിവെക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളാണ് സുനിൽ അരുമാനൂർ നൽകിയത്.